സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. പാലക്കാട് വീട് തകർന്ന് വയോധിക മരിച്ചു. കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ കാണാതായ ആൾക്കായി തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് മഴ കനത്തതോടെ മഴക്കെടുതികളും രൂക്ഷമാവുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന് വയോധിക മരിച്ചു. മണലടിയിൽ സ്വദേശി പാത്തുമ്മബിയാണ് മരിച്ചത്. നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവരുടെ വീട് പൊളിക്കുന്നതിനിടയിലാണ് അപകടം. നെല്ലിയാമ്പതിയിൽ KCB ജീപ്പിന് മുകളിലേക്ക് മരം വീണു. തലനാരിഴക്കാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത്. അതേസമയം നീരൊഴുക്ക് വർദ്ധിച്ചതോടെ കാഞ്ഞിരപ്പുഴ, ശിരുവാണി ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. മംഗലം ഡാമിന്റെ ഷട്ടറും ഇന്ന് രാവിലെ തുറന്നു. കണ്ണൂരിൽ നഗരത്തിലടക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൊട്ടിയൂർ ഉത്സവത്തിനെത്തിയ രണ്ടുപേരെ ബാവലിപ്പുഴയിൽ കാണാതായി. കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്ത്, കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാദ് എന്നിവരെയാണ് കാണാതായത്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന തളിപ്പറമ്പ് പുളിമ്പറമ്പിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ഒഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ചെറുപുഴയിലും ഇരിട്ടിയിലും പുഴയരികിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കാര്യങ്കോട്, നീലേശ്വരം, മൊഗ്രാൽ, ഉപ്പള പുഴകൾ കരകവിഞ്ഞു. വിവിധയിടങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. മലപ്പുറം പരപ്പനങ്ങാടിയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പാലത്തിങ്ങൽ കൊട്ടന്തല AMLP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. കോഴിക്കോട് വെസ്റ്റ് മാഹിയിലുണ്ടായ വൻ ചുഴലിക്കാറ്റിൽ വീടുകളുടെ മേൽക്കൂരകൾ തകരുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. ഇരിങ്ങണ്ണൂർ മുടവന്തേരിയിൽ ശക്തമായ മഴയിൽ വീട് ഭാഗികമായി തകർന്നു. തൂണേരിയിൽ ബഡ്സ് സ്കൂളിന് മുകളിൽ മൺതിട്ടിടിഞ്ഞ് കെട്ടിടം തകർന്നു. കാണാഞ്ചേരി മൊയ്തുവിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് സ്കൂളിന് മുകളിൽ തകർന്നു വീണത്. വടക്കൻ കേരളത്തിൽ ബുധനാഴ്ച വരെ അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. മലയോര മേഖലയിലും തീരപ്രദേശത്തും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അതിശക്തമായ മഴയാണെങ്കിൽ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.